അമീന്റെ ലോകം അവന്റെ മൊബൈൽ ഫോണിന്റെ ചെറിയ സ്ക്രീനിനുള്ളിലായിരുന്നു. ചുറ്റുമുള്ള ബഹളങ്ങളോ ഉമ്മയുടെ വിളികളോ ഒന്നും അവൻ കേട്ടിരുന്നില്ല. അങ്ങനെയിരിക്കെ റമദാൻ മാസം പിറന്നു. ഇത് പുതിയ നന്മകൾ തുടങ്ങേണ്ട സമയമാണിതെന്ന് ഉമ്മ അവനെ ഓർമ്മിപ്പിച്ചു. അമീൻ, നമുക്ക് ഈ മാസം ഒരു ഡിജിറ്റൽ നോമ്പെടുത്താലോ? ഉമ്മ ചോദിച്ചു. ഫോൺ ഉപയോഗം കുറച്ച് മനസ്സിനെ അല്ലാഹുവിലേക്കടുപ്പിക്കാനും വായനയിലേക്കും ചിന്തയിലേക്കും തിരിച്ചുവിടാനുമുള്ള പരിശീലനമാണതെന്ന് ഉമ്മ വിശദീകരിച്ചു. അമീൻ അത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു മരപ്പെട്ടിക്കുള്ളിൽ വെച്ചു. ആദ്യ ദിവസം അവന് വലിയ വിരസത തോന്നി. തന്റെ അനിയത്തി പുസ്തകം വായിക്കുന്നത് കണ്ടപ്പോൾ അമീനും അലമാരയിൽ നിന്നും ഒരു പ്രവാചക കഥകളുടെ പുസ്തകമെടുത്തു. പൊടി തട്ടിമാറ്റി അവൻ വായന തുടങ്ങി. പതുക്കെ അവൻ ആ കഥകളിൽ മുഴുകിപ്പോയി. വായന തുടങ്ങിയതോടെ അമീന്റെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങി. സ്ക്രീനിലെ മിന്നിമറയുന്ന ദൃശ്യങ്ങളെക്കാൾ മനോഹരമായ ചിത്രങ്ങൾ അവന്റെ ഉള്ളിൽ തെളിഞ്ഞുവന്നു. അവൻ വായിച്ച കഥകൾ അനിയത്തിക്ക് പറഞ്ഞുകൊടുത്തു. ഫോണിന്റെ വെളിച്ചത്തേക്കാൾ വലിയ പ്രകാശം പുസ്തകങ്ങൾ നൽകുമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. റമദാൻ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ മാറിത്തുടങ്ങിയിരിക്കുന്നു. അവന്റെ ദേഷ്യം കുറഞ്ഞു, മുഖത്തെപ്പോഴും ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ ഉമ്മയെ വീട്ടുജോലികളിൽ സഹായിക്കാനും സമയം കണ്ടെത്തി. അവന്റെ മനസ്സ് ഏകാഗ്രവും ഹൃദയം അറിവുകൾ കൊണ്ട് നിറഞ്ഞതുമായിരുന്നു. ഡിജിറ്റൽ നോമ്പ് അവന്റെ ജീവിതത്തിന് പുതിയൊരർത്ഥം നൽകി.